ഹലോ, ഇത് ഞങ്ങളുടെ ഒരു ടൈനി മിനി വീഡിയോ ആണ് കേട്ടോ. ഒരു ദിവസം വൈകുന്നേരം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒന്ന് അമ്പലത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. മണ്ഡലകാലമൊക്കെ ആവുന്നതിന് മുമ്പ് കേട്ടോ, കുറച്ച് മുമ്പ്. ഇനി എന്തായാലും വൃശ്ചിക മാസത്തിൽ ഉറപ്പായിട്ട് ഇവിടെ വരണം. അപ്പോൾ ഇവിടെ നമ്മുടെ വെട്രിമലൈ മുരുകൻ ടെമ്പിളിലാണ് വന്നിരിക്കുന്നത്. പോർട്ട് ബ്ലെയറിലുള്ള, പോർട്ട് ബ്ലെയറിൻ്റെ പേരൊക്കെ മാറ്റി ശ്രീ വിജയപുരം എന്നാക്കി കേട്ടോ, എന്നാലും വായിൽ പോർട്ട് ബ്ലെയറിനെ വരുന്നുള്ളൂ. അപ്പോൾ അവിടെ വന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും കൂടെ കുറച്ച് നേരം നല്ല പീസ്ഫുള്ളായിട്ടൊരു അമ്പലമാണ്. അടിപൊളി ഒരു തമിഴ് സ്റ്റൈലിലുള്ളൊരു അമ്പലമാണ് കേട്ടോ. അവിടെ നിന്ന് നേരെ ഇറങ്ങി കുറച്ച് നേരം അവിടെ അടുത്തൊരു കുളമുണ്ട്, അവിടെ പോയി ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വിരിയാനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുന്ന ആമ്പൽമുട്ടുകളൊക്കെ എത്ര ഉണ്ടെന്നൊക്കെ ഇങ്ങനെ നോക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ കുറച്ച് മുട്ടുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇങ്ങനെ കണ്ട് ശമ്പൂട്ടൻ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് അപ്പോഴേക്കും ബാക്കി എല്ലാവരും വന്ന് റെഡിയായി നമുക്ക് തിരിച്ച് പോകാമെന്നുള്ളതാണ്. വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനായിരുന്നു. എന്നാൽ പിന്നെ അവിടെ നിന്ന് നേരെ ഒന്ന് റൂട്ട് തിരിച്ച് കുറച്ച് സ്റ്റേഷനറി സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതെല്ലാം മേടിച്ചതിന് ശേഷം നേരെ മറീന പാർക്കിലേക്ക് പോയി. മറീന പാർക്ക് അത്യാവശ്യം രാത്രിയിൽ ലൈവായിട്ടുള്ള, അതായത് കുറച്ചൊരു സന്ധ്യയ്ക്കൊക്കെ ലൈവായിട്ടുള്ള സ്ഥലമാണ് ആൻഡമാനിൽ പൊതുവേ ഉള്ളതിൽ വെച്ചിട്ട്. കുറച്ച് നേരം അവിടെ ഒന്ന് കാറ്റൊക്കെ കൊണ്ടിരിക്കാമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ അടിപൊളിയല്ലേ. അപ്പോൾ അവിടെ ഇങ്ങനെ സൈഡിലിങ്ങനെ വഴിയോർത്ത് ആൾക്കാരൊക്കെ ഇങ്ങനെ വിൽക്കാനായിട്ട് സാധനങ്ങളായിട്ട് ഇരിപ്പുണ്ട്. ഞങ്ങൾ ചുമ്മാ അതൊക്കെ നോക്കി. അപ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള കശുവണ്ടിയും ബദാമും ഒക്കെ കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ നിന്ന് നോക്കുകയാണ് കേട്ടോ. എല്ലാം കമ്മലുകളുടെ കളക്ഷനാണ്, അടിപൊളിയാണ്. കുറച്ച് നേരം കണ്ടു നിന്നു. പക്ഷേ എനിക്ക് അങ്ങോട്ട് മേടിക്കാനായിട്ട് താല്പര്യം തോന്നിയ ഒന്നും അങ്ങനെ കണ്ടില്ല. ഞാൻ വിചാരിച്ച കളേഴ്സൊന്നും എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. പക്ഷേ എനിക്ക് ഈ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഗോൾഡിനെക്കാട്ടിലും. അതുകൊണ്ട് ചുമ്മാ നോക്കി നിന്നതാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ടോയ്സും അങ്ങനെ കമ്മലും എല്ലാം നോക്കിയതിന് ശേഷം ഞങ്ങൾ ഇവിടേക്ക് വന്നു. സൈഡിലിങ്ങനെ മാങ്ങ ചെത്തി മസാലയൊക്കെ ഇട്ട് കൊടുക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ നാട്ടിലിരിക്കുന്നവരും രജിയും ഉൾപ്പെടെ അച്ചാച്ചിയും എല്ലാവരും പറയാം, അയ്യോ ഹൈജീനിക്കില്ല, വൃത്തിയില്ല, അത് ഇതെന്നൊക്കെ. പക്ഷെ ഞാൻ പറയട്ടെ, നമ്മളിപ്പം ഇത്ര ഹൈടെക് ആയിട്ടുള്ള ഹോട്ടലിൽ നിന്നൊക്കെ എന്തോരം മായം കലർന്ന ഭക്ഷണമാണ്. ക്ലീൻ ആണെന്നും ക്ലിയർ ആണെന്നും കരുതി, പ്യുവർ ആണെന്നും കരുതി നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ മായമില്ലാത്തത് 1% പോലും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം കേട്ടോ. അപ്പം ഇവർ ഫ്രഷായിട്ട് നമ്മുടെ മുമ്പിൽ നിന്ന് വെച്ചെത്തി തരുന്നത് അത്ര ഒരു മോശമായിട്ട് തോന്നില്ല. കമ്പാരിറ്റീവ്ലി നല്ലൊരു സ്ഥലത്തു നിന്നാണ് കേട്ടോ നമ്മളിങ്ങനെ മേടിച്ചത്. നമുക്ക് മാങ്ങയും പുളിയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ പല്ലിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു തരിപ്പ് വരില്ലേ, നാവിന്നൊക്കെ വെള്ളം പൊട്ടി വരില്ലേ, അങ്ങനെയാണ് കേട്ടോ ഞങ്ങളവിടെ മിണ്ടിക്കൊണ്ടിരുന്നത്. ഇഷ്ടപ്പെട്ടോ? നമ്മളെപ്പോഴും പുറത്ത് പോകുമ്പോൾ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കലില്ല കേട്ടോ. പക്ഷേ കംഫർട്ടായിട്ടുള്ള ആൾക്കാർ അടിപൊളിയാണ്, ഓക്കെയാണ്, വീഡിയോ ഒന്നും ഇല്ലെന്ന് ചോദിക്കുമ്പോൾ എന്നാൽ പിന്നെ എടുത്തേക്കാന്ന് നമുക്കും ഒരു തോന്നൽ വരും. അത്രേ ഉള്ളൂ. കാരണം നമുക്കൊരു കംഫർട്ട് സോണിൽ നമ്മളെല്ലാവരും കൂടെ നിന്ന് സംസാരിക്കുന്നതല്ലേ. പിന്നെ ആദ്യക്കുട്ടനൊക്കെ വീഡിയോ എടുക്കാനൊക്കെ ഇഷ്ടമാണ്. അവൻ ഭയങ്കര അടിപൊളി വീഡിയോഗ്രാഫറോ ഫോട്ടോഗ്രാഫറൊക്കെയാണ്. പക്ഷേ ഈ ഒരു ഏജ് അല്ലേ, അവരുടെ ഒരു ഷൈനസ് തോന്നുന്ന ഒരു ഏജ് ആയതുകൊണ്ടാണ് കേട്ടോ അവൻ അങ്ങനെ മുഖം മറിച്ചത്. പിന്നെ അടിപൊളിയായിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് സംസാരിച്ചൊക്കെ ഒന്ന് കാറ്റൊക്കെ കൊണ്ട്, അവിടെ തന്നെ പാർക്കുണ്ട് കുട്ടികൾക്കുള്ള. മറീന പാർക്കിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് അവിടെയാണ്. അപ്പോൾ വല്ലപ്പോഴും കിട്ടുന്ന ചാൻസിൽ ശമ്പൂട്ടനും ചിഞ്ചൂസും ഒക്കെ അടിപൊളിയായിട്ട് അങ്ങ് അർമാദിക്കുകയാണ്. അവരെല്ലാം എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ട് ഞങ്ങൾ കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് സംസാരിച്ച് അവിടെ നിന്നു. അതിനുശേഷം പിന്നെന്താണ്, രാത്രിയായി തിരിച്ചു പോരുക എന്നുള്ളതാണ്. ഇവിടെ എപ്പോഴും ഈ ഒരു രാത്രി ലൈവായിട്ടുള്ള സ്ഥലങ്ങൾ വളരെ കുറവാണ് ആൻഡമാനിൽ. അപ്പം ഇത് വൺ ഓഫ് ദ അങ്ങനത്തെ പ്ലേസ് ആണ്. അപ്പം ഞങ്ങൾ അവിടുന്ന് എല്ലാവരും കൂടെ കുറച്ച് നേരമൊക്കെ കളിച്ചിട്ട് തിരിച്ച് പോരുകയാണ്. ഈ ശമ്പൂട്ടിനെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഇവൻ്റെ വലിയൊരു സ്വകാര്യ അഹങ്കാരമാണ് കേട്ടോ. കാരണം നാട്ടിൽ വിളിച്ച് ഇവരെക്കുറിച്ച് പറയാത്ത ദിവസങ്ങളില്ല. ഇവരെ കാണാത്ത ദിവസവും കണ്ട ദിവസവും ഒക്കെ ഇവരെക്കുറിച്ച് തന്നെയാണ് പറച്ചിൽ. അപ്പോൾ അങ്ങനെ അതൊരു ഭാഗ്യമല്ലേ അല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ തിരിച്ച് കുറച്ച് ചോളമൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോന്നു. അപ്പം അങ്ങനെ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള കാമായിട്ടുള്ള നമ്മുടെ ഈവനിങ്ങിൽ കുഞ്ഞ് വീഡിയോ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.